മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഭരണത്തിലേറിയ ഉടനെ സംസാരിക്കുന്ന ഒരു സംസാരം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരുപാട് ആമുഖങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അന മുത്തബിഉൻ വലസ്തു ബിമുബ്തദിഇൻ, അല്ലയോ ജനങ്ങളെ, ഞാൻ ഒരു മുത്തബിആണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൊണ്ടുവന്നോ അത് അതുപോലെ ജീവിതത്തിൽ പകർത്തുന്നവനാണ് ഞാൻ. വലസ്തു ബിമുബ്തദിഇൻ, ഞാൻ ഒരിക്കലും മതത്തിൽ പുതുതായി കൊണ്ടുവരുന്നൊരു വ്യക്തിയല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ഉടനെ പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു തന്ന വലിയ ഒരു തത്വമുണ്ട്. പ്രവാചകനെ, താങ്കളാണ് ഈ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതെങ്കിലും താങ്കൾക്കും കഠിനമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നത് സൂറത്തുൽ ഹാക്കയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, പ്രവാചകനെ, താങ്കൾ എങ്ങാനും ചില വാക്കുകൾ കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നിന്നെ വലത് കൈകൊണ്ട് ഞാൻ പിടിച്ചുകൊണ്ട് ശിക്ഷിക്കുമായിരുന്നു. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, ജീവനാടിയെ നാം മുറിച്ചു കളയുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല താക്കീത് നൽകുന്നത് കാണാൻ സാധിക്കും.